തിരുവനന്തപുരത്തെ സർക്കുലർ ബസ്സായി ഓടുന്ന സ്വിഫ്റ്റ് ബസ്സിനെ കുറിച്ച് ഒരുപാട് പരാതികൾ വരുന്നു എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ്. സർവീസുകൾ ജനോപകാരപ്രദമാണെന്ന് പറയുന്നു. അതേസമയം അമിത വേഗത്തിൽ ഈ വണ്ടി ഓടിച്ച് ഒരുപാട് അപകടങ്ങൾ സിറ്റിയിൽ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഈ ബസ്സുകൾക്കെതിരെ നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുതും വലുതുമായ ഒരുപാട് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സ്റ്റോറിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ട മാതൃകയാണ് സിറ്റി ബസ് സർക്കുലർ സർവീസ്. നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സിറ്റി ബസ് സർക്കുലർ ഉപകാരത്തോടൊപ്പം ഉപദ്രവം കൂടിയാകുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം കിഴക്കേക്കോട്ടയിൽ നടന്ന ഒരു അപകടമാണ്. സ്വിഫ്റ്റിന്റെ ഒരു സിറ്റി സർക്കുലർ വാഹനം അശ്രദ്ധ മൂലമുണ്ടാക്കിയ അപകടം. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം വലിയൊരു ആപത്ത് ഒഴിവായി. തിരുവനന്തപുരം നഗരത്തിൽ യാത്രാ പ്രതിസന്ധിയെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിൽ സിറ്റി സർക്കുലർ സർവീസ് വഹിച്ച പങ്ക് ചെറുതല്ല. നഗരത്തിൽ മുമ്പ് പൊതുഗതാഗത സംവിധാനങ്ങളില്ലായിരുന്ന ഇടങ്ങളെ കൂടി ബന്ധപ്പെടുത്തിയാണ് സിറ്റി സർക്കുലർ ബസ് സർവീസ് നടത്തുന്നത്. സംഭവം ഹിറ്റായതോടെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ശ്രമമുണ്ടായി. 105 ബസ്സുമായി സർവീസ് തുടങ്ങിയ സിറ്റി സർക്കുലർ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ ബസ്സുകൾ ഇറക്കാനും തീരുമാനമായി. അതിനിടയിൽ ഈ ബസ്സുകളെ സംബന്ധിച്ച രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തു. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളടക്കം ചർച്ചയായി. അപ്പോഴൊക്കെയും തലസ്ഥാനവാസികൾ ബസ് സർവീസ് നിലനിർത്തണമെന്ന ആവശ്യവുമായി മുമ്പോട്ടെത്തി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ജില്ലയിൽ സിറ്റി ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഒട്ടും ചെറുതല്ല. നഗരത്തിലെ പ്രധാന പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ബസ്സുകൾ ഉണ്ടാക്കിയ അപകടങ്ങളെപ്പറ്റി വ്യാപക പരാതികളുണ്ട്. വാഹനത്തിന്റെ ജീവനക്കാരെ പറ്റിയുമുണ്ട് പരാതികൾ. ലഹരി ഉപയോഗിച്ച വാഹനം ഓടിക്കുന്നവരുമുണ്ടേറെ. പരാതികൾ വർദ്ധിച്ചപ്പോൾ പോലീസ് തന്നെയും പരിശോധനയുമായി എത്തി ശ്രദ്ധ പുലർത്തി. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു പൊതുഗതാഗത സംവിധാനം ഈ അശ്രദ്ധ പുലർത്തുന്നത് ഒട്ടും ആശാവഹമായ കാര്യമല്ല. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിരത്തുകൾ ചോരക്കളമാകും. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുകയാണ് ജനം. യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നഗരവാസികൾക്ക് 10 രൂപ ബസ്സുകൾ നൽകുന്ന സർവീസ് ചെറുതല്ല. പക്ഷേ ആ ബസ്സുകൾ അപകടക്കണികളാകുമ്പോൾ പരാതി പറയാനല്ലാതെ എന്തു ചെയ്യാൻ? നന്ദകിഷോറിനും യദുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പൊതുഗതാഗതം ജനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് തലസ്ഥാനത്ത് നിന്ന് ഉയരുന്ന പരാതികൾ. ഈ വാഹനങ്ങൾ ഓടുന്നതുകൊണ്ട് യാത്രക്കാരുടെ ഒരുപാട് ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നത് സത്യമാണ്. അശ്രദ്ധയായി വാഹനം ഓടിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മാനേജ്മെൻറ്റ് ഇനിയും വൈകരുത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റു യാത്രക്കാർ. അമിത വേഗത്തിന് അശ്രദ്ധയിൽ ഓടുന്നു, വളരെ അശ്രദ്ധയിലാണ് വണ്ടി ഓടുന്നു. അവർക്ക് ഇതിൻ്റെ മുകളിൽ കയറുന്ന എന്തോ കിട്ടിയ പോലെയാണ് ഡ്രൈവർമാരെ തോന്നുന്നത്. ചവിട്ടി വിടാൻ പിന്നെ സൗണ്ടും വളരെ കുറവാണ്. അടുത്ത് വന്നിട്ട് വെട്ടി ഒഴിക്കുക. അവർ ചവിട്ടി കഴിഞ്ഞാലേ പിറകെ വരുന്നവരൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. വണ്ടി തട്ടി മുട്ടി പല അപകടവും ഉണ്ടാകുന്നുണ്ട്. അതിന് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തട്ടലും മുട്ടലൊക്കെ. ഇത്തിരി ചെറിയ റോഡിലൊക്കെ സ്പീഡ് കൂടുതലാണ്. പെട്ടെന്ന് അറിയില്ലല്ലോ, ശബ്ദം ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു പോകേണ്ടതാണ്. വേഗത ഉണ്ടെങ്കിൽ അത് കുറച്ച് പോകണതായിരിക്കും എല്ലാവർക്കും നല്ലത്. അത് എവിടെ ആവും എന്ന് പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് ഓവർലോഡ് കയറി കഴിഞ്ഞാലും ഇത് പ്രശ്നമാണ്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഡ്രൈവ് തന്നെ ശരിയല്ല. ഈ KSRTC ഡ്രൈവർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോക്കും പാക്കും ഇല്ലാത്തൊരു ഡ്രൈവിംഗ് ആണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആൽത്തിയെ വെച്ച് പറയുന്നു ആൾക്കാർ രക്ഷപ്പെട്ടതിൽ ചാനൽ വിഷമിക്കുന്നു. അങ്ങനെയല്ല, ചാനൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇതിൽ കൂടുതലാകാൻ സാധ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതുപോലെ ജോസ്വിൻ ജോസഫ് പറയുന്നു SKN പഴയ പാട്ട ബസ് ഓടിക്കല്ലേ എന്ന് മന്ത്രിയോടൊന്ന് പറഞ്ഞേക്കണേ. അത് മന്ത്രിക്ക് തന്നെ അറിയാം, നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏറ്റവും അത്യാധുനിക ബസ് സർവീസുകൾ നടത്താനാണ് മന്ത്രിക്കും താല്പര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.